ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൺവെക്സിൻ്റെ ഒക്കെ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് 1 ബ്ലോക്കാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ വേമ്പോ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് വേമ്പോ അത് കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് ഇത് കണ്ടിന്യൂ ചെയ്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ 1 ബ്ലോക്ക്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതവിടെ 1 ബ്ലോക്ക് പൊട്ടിച്ച് കണ്ട് ഇത്രയുള്ളൊരു സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ട ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഓരോരോ ബ്ലോക്കായിട്ട് വരും. അറിയാത്ത പുതിയതായിട്ട് ആരെയും കാണണമെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഓരോരോ ബ്ലോക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഇവിടെ മഷ്റൂം കവുണ്ട്, സാധാ കവുണ്ട്, പിഗും ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ കയ്യിൽ ഇത്ര സാധനമുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ചെസ്റ്റിലൊക്കെ വറ്റാം, കാരണം ഒരുപാട് സാധനമായിട്ടുണ്ട് ഇത്. അപ്പോൾ ഇത്രയും വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും നമ്മൾ ഈ വേൾഡിൽ നിന്ന് പുറത്തേക്ക് ചാടണമെങ്കിൽ ഇത്രയും സാധനം എല്ലാം പോകും. ആ സാധനം പിന്നെ ഒന്നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. ഇത് കണ്ട. അപ്പോൾ ഇത് രാവിലെ ആയിട്ടുണ്ട്. ഇവിടെ അവിടെ ഒരു ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഒരു ചെസ്റ്റും 2 ചെസ്റ്റും ഒറ്റ ചെസ്റ്റായിട്ട് വെച്ചേക്കണം. ഒരു ചെസ്റ്റ് തന്നെ കമ്പൈൻ ചെയ്യുമ്പോൾ 2 ചെസ്റ്റായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വെച്ചേക്കണം. ഇനി നമുക്ക് ഈ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇനി ഒരു ഫാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫാം ഇവിടെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ ബ്ലോക്ക് പൊട്ടിക്കണം, പിന്നെ ഇവിടെ വെള്ളം ഒഴിക്കണം. കാരണം അതിൻ്റെ അടിയിലൊരു ബ്ലോക്ക് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യണത്. അപ്പോൾ വെള്ളം നൈസായിട്ട് അടിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കഴിഞ്ഞാൽ നേരെ താഴേക്ക് വീഴും. പക്ഷേ കുറച്ച് എങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ വെള്ളത്തിൽ കയറിയിട്ട് വെള്ളമൊക്കെ പൊങ്ങി പോരാം. അപ്പോൾ ഇവിടെ ഞാൻ 2 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ വന്നിട്ട് ഇനി വെള്ളം തിരിച്ചെടുക്കാം. എന്നിട്ട് ഇവിടെ ബ്ലോക്ക് വെച്ച് മൂടാം. എന്നിട്ട് ഇനി നമുക്കിവിടെ അടിയത്തെ ബ്ലോക്ക് കാണപ്പോൾ ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ ബ്ലോക്ക് ഉണ്ട് കണ്ട. അപ്പോൾ ഇവിടെ ആയിട്ട് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇനി ഇവിടെയും കൂടെ ബ്ലോക്ക് വെക്കണം. എന്നിട്ടിത് വെള്ളം എന്തോരം വരാൻ പറ്റും അവിടം വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകണം. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ പംകിൻ ഉണ്ട്. പംകിൻ ആണ് നമുക്കിനി ഫുഡായിട്ട് കഴിക്കാൻ പറ്റുന്നത്. പിന്നെ വീറ്റേ ഉള്ളൂ, അത് സീഡും ഇല്ല നമ്മുടെ കയ്യിൽ. സീഡ് ഒരെണ്ണം തോന്നുന്നു തോന്നുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഇത് വെച്ച് കവർ ചെയ്യണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ട ഇത് മൊത്തം വെച്ചിട്ട് വെള്ളം ഇടുമ്പോൾ അതിനുള്ളൂ. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഇനി ഹോ ഉണ്ടാക്കണം. എന്നിട്ട് അതും വെച്ചിട്ട് നമുക്കിനി ഇവിടെ ഇതാക്കണം, സോയിൽ ഇതാക്കണം. അപ്പോൾ ഇവിടെ ഇത്തിരി ഫുഡായിട്ട് വെച്ച് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോയി ഒരു ഹോ ഉണ്ടാക്കണം. എന്നിട്ട് അത് വെച്ചിട്ട് സോയിൽ ഇതാക്കിയിട്ടാണ് നമ്മൾ അതിനകത്ത് ഇത് ചെയ്യണത്, പംകിൻ സീഡ് ഇടണം. അപ്പോൾ ഇതാണ് വുഡൻ ഹോ ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഇപ്പോൾ വുഡൻ ഫേസാണ് ഇപ്പോൾ ഉള്ളത്. എന്ന് വെച്ചാൽ വുഡനും ഡേർട്ടൊക്കെ ഇതിനകത്തുനിന്ന് ഇപ്പോൾ കിട്ടുള്ളൂ. ഈ ഫേസ് മാറണം കണ്ടത്. ഇത് സോയിൽ ഞാൻ ഇപ്പോൾ സീഡ് ഇടാൻ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പംകിൻ സീഡ് വെക്കണം. പംകിൻ സീഡ് വെക്കാൻ ജസ്റ്റ് ഈ പംകിൻ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഇതുണ്ട്, നമ്മുടെ അതിലൊരു ക്രാഫ്റ്റിംഗ് ഇതുണ്ട്, അതിലിടുക. അതേപോലെ സീഡ് കിട്ടും. എന്നിട്ട് ഈ സീഡ് എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് ഇതാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് കണ്ടോ. വെച്ചിട്ട് ഇപ്പോൾ ബോൺ വീൽ വെച്ചിട്ട് ഇത് നമ്മുടെ കയ്യിൽ കുറേ ബോൺ വീൽ ഉണ്ടായി. അപ്പോൾ ഈ ബോൺ വീൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ വലുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള അങ്ങനെയുള്ള ഒരു സ്റ്റിക്ക് കോയിലായിട്ടുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞ് എന്താ സംഭവിക്കണം എനിക്കറിയില്ല. പംകിനായിരിക്കും, അല്ല വാട്ടർ മെലനായിരിക്കും വന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ആകുമ്പോൾ. അപ്പോൾ ഇത് എപ്പോഴാണ് വളരണന്നൊരു പിടുത്തമില്ല. അതൊക്കെ വന്നോളായിരിക്കും. നമുക്ക് ഈ സൈഡ് വെറുതെ പറഞ്ഞ് ട്രയലിന് വേണ്ടി ഇട്ട് വെക്കാം, കാരണം എനിക്ക് അറിയില്ല ഇത് എങ്ങോട്ടാ വന്നേന്ന്. അപ്പോൾ ഇവിടെ വെറുതെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലൊന്നും ബോൺ വീൽ അടിച്ചിട്ടുണ്ട്, ഒന്നും കാണില്ല. അപ്പോൾ ഇനി നമുക്കിനി 1 ബ്ലോക്ക് ഓടിച്ചു തുടങ്ങാം. കാരണം നമുക്ക് ഇനിയും ഇവിടെ ബ്ലോക്ക് വെച്ച് ഇത് കവർ ചെയ്യണം. അല്ലെങ്കിൽ ഈ പശുവൊക്കെ ഇങ്ങനെ ഇടക്കിടക്കൊന്ന് ശല്യപ്പെടുത്തും കണ്ട. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ നേരം വൈൻഡ് ചെയ്ത് കുറച്ച് വുഡൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ രാത്രി ഇട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ബെഡ് ഉണ്ടാക്കാനുള്ള വൂളൊന്നും ആയിട്ടില്ല. അത് ഈ ഷീപ്പിന് വേണം. അപ്പോൾ ഇവിടെ ഞാൻ ഇത്തിരി മെഷർമെൻ്റ് എടുത്തിട്ട് കറക്റ്റായിട്ടൊരു സ്ക്വയറിൽ ഇത് അളന്നെടുക്കണം. അപ്പോൾ നമുക്ക് മൈൻഡ് ചെയ്യാൻ ആരും അകത്തേക്ക് വരില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വുഡൻ ആക്സ് എടുത്തിട്ടുണ്ട്. ഇത് എന്താ വെച്ചത് തെറ്റിപ്പോയി ഞാൻ. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് ഇനി 2 ഇത് എടുക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ നടുക്കത്തെ ബ്ലോക്കിൽ നിന്ന് ഇപ്പുറത്തേക്ക് എല്ലാ സൈഡിലേക്കും 2 ബ്ലോക്ക് വീതം മാറിയിട്ട് ഈ ഒരു വുഡൻ പ്ലാങ്ക്, പിന്നെ ഒരു ഗ്രാസ് ബ്ലോക്ക്, എന്നിട്ട് അടുത്ത നമ്മുടെ ബ്ലോക്ക്, അങ്ങനെ ഉള്ളൊരു പാറ്റേൺ ബ്ലോക്കാണെന്ന് വിചാരിക്കണം. ഇതൊരു പശു നോക്കിക്കൊണ്ടിരിക്കണ്ട എന്ത് കാണിക്കണേന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ 2 ബ്ലോക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇവിടെ ഇട്ടായിരിക്കും തന്നെ അറിയാതെ ഒരു പിഗിനെ തട്ടിപ്പോയി. അത് ഹെൽത്ത് കുറവാന്ന് തോന്നുന്നു, നമ്മൾ നേരത്തെ അടിച്ചെന്ന് തോന്നുന്നു അതിനെ. അപ്പോൾ ഹെൽത്ത് കുറവാണ്ട് അത് നൈസായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കണം. ഇത് ഞാൻ വെച്ചിട്ടും കാണിച്ചു തരാം.
അപ്പോൾ അതേ ഞാൻ ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാണാം ഇങ്ങനെ തന്നെ ഇരിക്കണം. ഇതൊരു പിഗിന് അത്ര അകത്തേക്കാനുള്ള സ്ഥലമുണ്ട്. അത് കവർ ചെയ്യാൻ എൻ്റെ കയ്യിൽ വുഡില്ല. വുഡെല്ലാം തീർന്ന് പിന്നെ പ്ലാങ്ക്സാണ് ഉള്ളത്. അത് വെച്ച് കവർ ചെയ്യണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കിനി ഇത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തും കൂടെ എടുക്കാം. അപ്പോൾ ഞാൻ അവിടെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് കണ്ടിന്യൂ മൈൻ ചെയ്യണം. അപ്പോൾ ഇനിയും നമുക്ക് വുഡിൻ്റെ കുറേ ആവശ്യമുണ്ട്. ഡേർട്ട് ഇപ്പോൾ കിട്ടണത് ഈ ഫേസും കൂടി ഒന്ന് മാറി കിട്ടണം. ഇപ്പോൾ ഫേസ് മാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കുറേ നമ്മൾ മൈൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മാറി പറഞ്ഞ് തീർന്നേ ഉള്ളൂ. ഇത് ബെഡ് റോക്ക് വന്ന് മോണിട്ട് അവിടെ എഴുതി കാണിച്ചത് മൂവിങ് ടു നെക്സ്റ്റ് ഫേസിന്ന് 20 സെക്കൻഡ് ടൈം ഉണ്ട്. ഇപ്പോൾ 14 നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് മിക്കവാറും മറ്റേ കേവിൻ്റെ ഫേസ് ആയിരിക്കും വന്നെ. അപ്പോൾ നമുക്ക് അയൺ കോള് അങ്ങനത്തെ സ്റ്റോൺ ഐറ്റംസൊക്കെ എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റോണിൻ്റെ പിക്കാക്സൊക്കെ ഉണ്ടാക്കാം. അതേ കണ്ട സ്റ്റോണിൻ്റെ ഐറ്റം വന്ന്. അപ്പോൾ നമുക്കിനി ഇത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ സോംബീസ് ഇനി വരാൻ തുടങ്ങി. ഇനിയാണ് മോബ്സ് വരാൻ തുടങ്ങണത്. ഇപ്പോൾ തൽക്കാലം കുറച്ച് മൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് മൈൻ ചെയ്യണതിൻ്റെ ഒരു ടൈം ലാപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇടയ്ക്ക് വെച്ച് എന്തൊക്കെ തന്നെയെന്ന് അറിയില്ല. എന്നാലും നമുക്ക് നേരെ ടൈം ലാപ്സിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ അങ്ങനെ മൈൻ ചെയ്ത് നമുക്ക് ഇത് അയൺ കിട്ടിയിരിക്കുന്നു. അപ്പോൾ പക്ഷേ ഒരു ദുഃഖം ഓർത്തേണ്ട, അയൺ മൈൻ ചെയ്യാൻ നമ്മുടെ കയ്യിൽ പിക്കാക്സ് ഇല്ല. പിക്കാക്സ് വുഡിൻ്റെ പിക്കാക്സ് വെച്ച് അയൺ മൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇത് വിട്ട് കളയാമല്ലോ, അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കി സ്ലാബ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കിയാൽ അതും പറ്റില്ല. സ്ലാബിനും വേണം 3 ഇത്. ആ 3 ഇതുണ്ടെങ്കിൽ ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിത് മൈൻ ചെയ്ത് കളയേണ്ടി വരും. നിങ്ങൾക്ക് ടൈം ലാപ്സിൻ്റെ സ്പീഡ് ഇത്തിരി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കാം. ഞാൻ സ്പീഡ് ഇത്തിരി കുറച്ചിടാം. ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റിന് വേണ്ടി സ്പീഡ് കൂട്ടിയിടുന്നുണ്ട്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഗൈസ് ക്രീപ്പർ മാർക്കോ ജസ്റ്റ് പോയില്ല. ഞാൻ ജസ്റ്റ് താഴെ പോയത്. ഞാൻ ശരിക്കും പേടിച്ച ക്രീപ്പർ വന്നപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഈ സാധനം വരുമെന്ന്. അതുമല്ല, ഇത് ഞാൻ ബാക്കോട്ട് ഇറങ്ങി എന്നാലും അത് പൊട്ടിത്തെറിച്ചപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് താഴെ പോയിന്ന്. ഭാഗ്യത്തിന് ആ ചെസ്റ്റിൻ്റെ മുകളിലൊക്കെ എങ്ങനെയൊക്കെയോ ലാൻഡ് ചെയ്യിച്ച് എല്ലാം പോയി. നമ്മൾ ഇത്ര നേരം പണിഞ്ഞതെല്ലാം കളഞ്ഞു. ഈ ക്രീപ്പറാണ് ഈ മൈൻക്രാഫ്റ്റിൻ്റെ ഏറ്റവും വലിയ ദുരിതം എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഇനി വെച്ച് ഇപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം. കാരണം പിന്നെയും നമ്മൾ ചാടാൻ പോയി കഴിഞ്ഞാൽ പിന്നെയും താഴേക്കെല്ലാം ജസ്റ്റ് മിസ്സിനാണ് നേരത്തെ രക്ഷപ്പെട്ടത്. പിന്നെയും താഴെ പോയിട്ടുണ്ടെങ്കിൽ പണി വാളും എല്ലാം പോകും. പിന്നെ അപ്പോൾ ഞാനിത് എക്സ്റ്റെൻഡ് എടുക്കാം. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് വന്ന ഡേട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു സ്റ്റെയർ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മുകളിലേക്ക് പോകാനൊക്കെ എളുപ്പത്തിന്. അപ്പോൾ ഇനി നമുക്കിത് കണ്ടിന്യൂ മൈൻ ചെയ്യണം. ഇനി അടുത്തത് എന്തൊക്കെ ഞാൻ ദൈവത്തിനറിയാം. കുറേ ഇതുണ്ട്. അടുത്ത ക്രീപ്പർ അടിപൊളി. അത് പൊട്ടിയില്ല. അത് നമ്മൾ ഇങ്ങോട്ട് ചാടിക്കളഞ്ഞു രക്ഷപ്പെട്ടു. സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചത് പണിയായി. നമുക്ക് തന്നെ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചത് നമുക്ക് തന്നെ കിട്ടി. ഞാൻ അത് ഇപ്പോൾ താഴെയാണ് അടുത്തത്. മിക്കവാറും ഞാൻ ഈ ഇതിൽ മരിക്കും. ലക്ഷണം കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്ര അടുത്തവരെ വന്ന് ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇങ്ങ് പോകാനേ നേരെ ഇത്ര അടുത്തവരെ വന്ന് നമ്മളെ വീണ്ടും പൊളിച്ച് ഇവിടെ വലിയൊരു കുഴി ഉണ്ടാക്കി തന്ന ക്രീപ്പർ. ഇതെന്താ ക്രീപ്പറിൻ്റെ സമ്മേളനമെന്ന് തോന്നുന്നു. എന്തോരം ക്രീപ്പറാണ് ഇപ്പോൾ വന്നത്. 2 എണ്ണം വന്ന് ഓൾറെഡി. ഇനിയും നമുക്ക് മൈൻ ചെയ്യാൻ കിടക്കണം. ഇനി എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് വുഡുണ്ട് ഇപ്പോൾ ഇവിടെ താഴെ കിടന്ന്. അതൊക്കെ എടുത്തിട്ട് ഇത് ഒന്നും കൂടി ഫിക്സ് ചെയ്തെടുക്കണം. ഡേർട്ടും ഇല്ല നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡേർട്ടും നേരത്തെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി എടുത്ത്. അപ്പോൾ ഇനി നമുക്കിനി കോബിൾ സ്റ്റോണിൻ്റെ എടുക്കണം. കാരണം ഇനി ഡേർട്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. ഡേർട്ട് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ കോബിൾ സ്റ്റോണിൻ്റെ ഇതായിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ കുറച്ച് ഇത് വെച്ച് ഞാൻ ഇതെടുത്ത് ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ഇതെടുത്ത് ഇവിടെ ഇതും കൂടി പൊളിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് മാത്രം അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ. ഇവിടെ ചാടി കിടക്കണം. ക്രീപ്പേഴ്സിന് ഒരു മോബിനും പറ്റണ പണിയല്ല. അപ്പോൾ നമുക്കിനി ഇവിടെ ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം തട്ടിക്കൂട്ടി ശരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടിന്യൂ മൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റോണിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഫാസ്റ്റായിട്ട് മൈൻ ചെയ്യാം. ഇത് അടുത്ത ക്രീപ്പർ. ഇതെന്താണ് ഇത് ക്രീപ്പർ മാത്രമല്ല ഇവരുടെ കയ്യിൽ. ഇത് നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ചെയ്ത ഇതെല്ലാം വർക്കാക്കി
കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ചാടി. അപ്പോൾ ഇപ്പോൾ ക്രീപ്പർ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കണേ. അടുത്തേക്ക് വാടാ ഞാൻ പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതവിടെ നോക്കി നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കണേ അങ്ങോട്ട്. നമുക്ക് നൈസായിട്ട് ഈ സൈഡിൽ കൂടി പോവാം. അതിന് വഴിയൊന്നും ഇല്ലെന്നുണ്ട്. നമ്മൾ ഈ സൈഡിൽ നിൽക്കണോണ്ട് അത് നമ്മളെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് അതിന് വലിയ റൂട്ടൊന്നും ഇല്ല ഇങ്ങോട്ട് വരാൻ. അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റോൺ വെച്ച് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് അടിച്ചു നോക്കാം. അടുത്ത് നിന്നിട്ട് ഒരു 4 അടി മതിയായിരിക്കും. കാരണം വുഡൻ ആക്സ് വെച്ച് പെട്ടെന്ന് ഡാമേജ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇത് 2 അടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടത് ഇത് അറ്റാക്ക് ഡാമേജ് 2 ടീമാണ്. 3+ അറ്റാക്ക് ഡാമേജ് ഉണ്ട്. ഒരു അടിയും കൂടെ അടിച്ച് 3 അടി അടിച്ചിട്ടുണ്ട്. 4 വേണ്ടി വരുമെന്ന് തോന്നുന്നു. ഓക്കെ, അത് പോയിരിക്കുന്നു. അപ്പോൾ ക്രീപ്പറിൻ്റെ അങ്ങനെ ഇത് പ്രശ്നം രക്ഷപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സ്റ്റെപ്പ് ഇവിടെ നിന്ന് പൊളിഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് പോകാൻ ഇനി അവിടെ വുഡൊന്നും ഇല്ല. അത് വുഡ് വെച്ചാൽ ഇനി അകത്തേക്ക് പോകാൻ എന്തെങ്കിലും ഇതുണ്ടാവുള്ളൂ. ഇപ്പോൾ തന്നെ 3 ക്രീപ്പർ വന്ന് കഴിഞ്ഞ് ഇനി എത്ര എണ്ണം കൂടി വരാൻ കിടക്കണം എന്നാവോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ തന്നെ കവർ ചെയ്ത് വെക്കാം. ഇവിടെ വെക്കാം. അപ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വരത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് പിന്നെയും ഇതിൻ്റെ മേളിൽ കയറി നിന്ന് പിന്നെയും മൈൻഡ് ചെയ്യണം. കുറച്ചും കൂടെ മൈൻഡ് ചെയ്യണമെന്ന് തോന്നണം. ഇനി മൈൻഡ് ചെയ്യണോ? ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്രീപ്പറും വരും. കുറച്ച് പൊട്ടിച്ചോക്കോ. അത് സോംബി വന്നിരിക്കുന്നു. ഭാഗ്യത്തിന് ക്രീപ്പറില്ല. സോംബിയൊക്കെ സിമ്പിൾ സാധനം. ഈ വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ തന്നെ കണ്ട കത്തി ചത്തോളും. അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ക്രീപ്പറാണ് ഏറ്റവും ഡേഞ്ചർ, വേറെ ഒന്നുമില്ല. താഴേക്ക് വീണുപോയി. ഓക്കെ, അപ്പോൾ ഇതിനടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇവിടെ കയറിക്കാം. താഴേക്ക് വീണ്. സോംബിനെക്കെല്ലാം വലിയ പാടൊന്നുമില്ല. നമുക്ക് പിന്നെ ഒന്നും കൂടി മൈൻഡ് ചെയ്ത് നോക്കാം ഇനി എന്ത് കിട്ടുമെന്ന്. പിന്നെ അടുത്തത് എന്തൊക്കെ അല്ലെന്നാവോ. ഓക്കെ, നമുക്കപ്പോൾ അയൺ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അയൺ ഇപ്പോൾ ഞാൻ പൊട്ടിച്ചായിരുന്നു. ഓക്കെ, കുറേ കോബിൾ സ്റ്റോണൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കോളൊക്കെ കിട്ടിയായിരുന്നു നേരത്തെ. അപ്പോൾ നമ്മൾ വീണ്ടും താഴേക്ക് വന്ന് ചിലപ്പോൾ അപ്പുറത്തേക്ക് വീഴും. നമുക്കത് വേഗം കവർ ചെയ്യേണ്ടി വരും ആ സൈഡ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ 13 ഡേർട്ട് ഉണ്ട്, അത് വെച്ച് കവർ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ കാറും അപ്പുറത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട്. ഈ സൈഡാണ് കവർ ചെയ്യേണ്ടത്. കാരണം ഇവിടെ നിന്നാണല്ലോ ഞാൻ ചാടണത് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ കവർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇത്രയും ഡേർട്ടേ ഉള്ളൂ. ഇതേ നമ്മൾ ഫാമൊക്കെ ഇവിടെ ഒരു തണ്ണിമത്തൻ വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ അടുത്തതിൽ. എന്നിട്ട് ഇനി സീഡ് കിട്ടുമെന്ന് നോക്കണം. സീഡ് കിട്ടുമെങ്കിൽ നമുക്ക് പിന്നെ വീറ്റൊക്കെ ഇതാക്കാം. അതായത് പൊട്ടിച്ചകത്ത് കയറി വീണ്ടും മൈൻഡ് ചെയ്ത് നോക്കണമെന്ന് ആലോചിക്കണം. വീണ്ടും മൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം ഇത്രയും തന്നെ മൈൻഡ് ചെയ്ത് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എത്ര മിനിറ്റിൻ്റെ വീഡിയോ വേണമെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്തേക്ക്. 9 മിനിറ്റിൻ്റെ മുകളിൽ പറയണം. 9 മിനിറ്റിന് താഴെ പറഞ്ഞാൽ വീഡിയോ ഒന്നും ഉണ്ടാവില്ല, എപ്പിസോഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.